അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം ഒരു ലോങ് വീഡിയോ ആയിട്ട് ഞാൻ വന്നിട്ടുണ്ട് കേട്ടോ. ഇതൊരു ഡ്രോയിങ് വീഡിയോ ആണ്. ഒരു ഫ്ലവറാണ് വരയ്ക്കാൻ പോകുന്നത്. തമ്മിലിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, തുലിപ്പൂവാണ് കേട്ടോ. അപ്പോൾ ഇത് സ്കൂളിലത്തേക്ക് വേണ്ടിയിട്ടാണ്. അമ്പാടിക്ക് ഞാൻ മുമ്പ് ഷോർട്ട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. എന്ന് പറയുമ്പോൾ ഓരോ ആഴ്ചയും ഓരോ തീമുണ്ട്. അതായത് ഓരോ ഫ്ലവേഴ്സ്, വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് അങ്ങനെ ഓരോന്നിനെയും പരിചയപ്പെടുത്തി കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പം കുഞ്ഞു കുട്ടികൾക്ക് ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിയത്തില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു അസംബ്ലിയിലെ ഒരു ആക്ടിവിറ്റി പോലെയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ടീച്ചേഴ്സ് തന്നെയാണ്. ഒരാഴ്ചയിൽ ഓരോ ദിവസം ഓരോന്നാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പം ഫ്ലവർ ആണെങ്കിൽ ഒരു ദിവസം ഫ്ലവർ ആണെങ്കിൽ ഒരു ദിവസം സ്പൈസ്, ഒരു ദിവസം ഫ്രൂട്ട്, അങ്ങനെയൊക്കെ. അപ്പോൾ ഇത് ഫ്ലവറാണ്. നമുക്കിപ്പോൾ നാട്ടിൽ തുലിപ്പൂവൊന്നും കിട്ടാനില്ലല്ലോ. അങ്ങനെ വരുമ്പോൾ ഇതുപോലെ വീട്ടിൽ നിന്ന് പാരൻസ് ഫ്ലവറിൻ്റെ പിക്ചർ വരച്ചു കൊടുക്കും. അത് കുട്ടികൾ അസംബ്ലിയിൽ പ്രസൻറ്റ് ചെയ്യും. അങ്ങനെ പിക്ചേഴ്സൊക്കെ എടുത്ത് സ്കൂൾ ഗ്രൂപ്പിലിടും. അങ്ങനെയൊക്കെയാണ്. അപ്പം ഞാനിത് കുറേ നാളായിട്ട് വിട്ട് കളഞ്ഞൊരു സംഭവമാണ് കേട്ടോ. അപ്പോൾ കുട്ടികളൊക്കെ ചെയ്തുകൊണ്ട് വരുമ്പോഴത്തേക്ക് എനിക്കൊരു ആഗ്രഹം മോന് വരച്ചു കൊടുക്കണമെന്നുള്ളത്. സമയം കിട്ടാത്തതുകൊണ്ടും മടി കൊണ്ടും ഞാനത് ചെയ്യാറില്ലായിരുന്നു. അങ്ങനെ ഞാൻ ചെയ്ത് തുടങ്ങിയതാണിത്. അപ്പോൾ ഇതിന് മുമ്പ് 2-3 പിക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ക്യാരറ്റിൻ്റെ ഇട്ടപ്പോഴത്തേക്കും വരച്ചപ്പോഴത്തേക്കും അത് നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയായിരുന്നു. പക്ഷേ അത് ഷോർട്ടായിട്ട് ഇട്ടിട്ട് എനിക്ക് നല്ല വ്യൂസൊന്നും കിട്ടിയില്ല. അതെനിക്ക് ഭയങ്കര വിഷമമായിട്ടോ. അങ്ങനെ ഞാനിത് ഫ്ലവർ ഗൂഗിളിൽ നിന്നൊരു റെഫറൻസ് എടുത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഔട്ട്ലൈനൊക്കെ ഇതുപോലെ വരച്ച് എടുക്കുകയാണ്. അതിനുശേഷം കളറിങ് കൊടുക്കുകയാണ്. അങ്ങനെ ഔട്ട്ലൈനൊക്കെ ഏകദേശം വരച്ച് സെറ്റാക്കി എടുത്തു. ഇനി അടുത്ത കളറിങ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം കൊടുക്കുന്നത് യെല്ലോ കളറാണ്. റെഡ് കളറാണ് ഫ്ലവറിന്. പക്ഷേ യെല്ലോ ഒരു ഷെയ്ഡ് അതിൽ വരുന്നുണ്ട്. അപ്പം ആ ഫൗണ്ടേഷനായിട്ട് ഒരു അടിസ്ഥാനം എന്ന രീതിയിൽ യെല്ലോ കളർ കൊടുത്തിട്ടാണ് നമ്മൾ റെഡ് കളർ കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം റെഡ് എടുത്തിട്ട് യെല്ലോ കൊടുക്കാമെന്ന് വെച്ചാൽ അത് നടക്കത്തില്ല. യെല്ലോ അതിൽ റിഫ്ലക്റ്റ് ചെയ്ത് കാണിക്കത്തില്ല. പക്ഷേ നമ്മൾ ഫസ്റ്റ് യെല്ലോ കൊടുത്തിട്ട് റെഡ് കൊടുക്കുകയാണെങ്കിൽ അത് നമുക്ക് വരച്ച് വരുമ്പോഴത്തേക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ യെല്ലോ കൊടുക്കുകയാണ് കേട്ടോ. ഫുള്ള് കൊടുക്കുന്നില്ല, കുറച്ച് ഭാഗത്തായിട്ട് കൊടുക്കുന്നു. നമ്മളിതുപോലെ ഈ ഓയിൽ പാസ്റ്റിൽ വെച്ച് ചെയ്യുമ്പോൾ കൈ കൊണ്ടല്ലെങ്കിൽ കോട്ടൺ ഉപയോഗിച്ചിട്ടൊക്കെയാണ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ അല്ലാതെ നമ്മൾ കളർ പെൻസിൽ ഡ്രോയിങ് ചെയ്യുമ്പോഴത്തേക്ക് ഷെയ്ഡ് ചെയ്യാനായിട്ട് നമ്മളൊരു സംഭവം യൂസ് ചെയ്യും. അതും ഇതിനിടയ്ക്ക് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ എഡ്ജ് ഭാഗത്തുനിന്ന് ഇതുപോലെ നമുക്ക് പെർഫെക്റ്റായിട്ട് ഈ സംഭവം വെച്ചിട്ട് ചെയ്യാൻ പറ്റത്തില്ല. അത് പെൻസിൽ ഉപയോഗിച്ചിട്ട് അങ്ങനെയുള്ള ഭാഗത്തൊക്കെ ചെയ്യുമ്പോൾ ഒരു യെല്ലോ ഷെയ്ഡ് വരുന്ന ഭാഗം മാത്രം സെലക്ട് ചെയ്തിട്ടാണ് ആ ഒരു യെല്ലോ ഷെയ്ഡ് കൊടുക്കുന്നത്. ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ കളറിനെ പറ്റിയൊക്കെ നല്ല അറിവാണ്. എത്ര തരം കളേഴ്സ് ഉണ്ടെന്നും അങ്ങനെയൊക്കെ വാട്ടർ കളറിൽ തന്നെ പല പല ടൈപ്പ് കളേഴ്സൊക്കെ ഉണ്ട്. അങ്ങനെ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന കുട്ടികളാണ് കേട്ടോ. നമ്മളെപ്പോലുള്ളവർക്ക് മാത്രമേ അറിയാതെ ഉള്ളൂ. ഞാനിപ്പോൾ ഇങ്ങനെ ഡ്രോയിങ് ചെയ്യുന്നതുകൊണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ കുറച്ച് കാര്യങ്ങൾ മാത്രമേ എനിക്കും അറിയത്തുള്ളൂ. അങ്ങനെ ഇത് ഞാൻ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യുന്നത്. ആദ്യമായിട്ടെന്ന് പറയുമ്പോൾ ഇതിന് മുമ്പൊരു ഡ്രോയിങ് ചെയ്തിട്ടുണ്ട്. അത് ക്യാരറ്റാണ് കേട്ടോ. അത് നന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഞാനിത് ചെയ്തപ്പോൾ. അത് ഷോർട്ടായിട്ടേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ അതാണ് ഫസ്റ്റ് ഞാൻ ചെയ്തത് ഇത് വെച്ചിട്ട്. അപ്പോൾ അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് പക്ഷേ ആ ഒരു ഷോർട്ട് വീഡിയോ ഇങ്ങനെ ഒരുപാട് പേരൊന്നും കണ്ടിട്ടില്ല. പക്ഷേ എനിക്ക് പ്രതീക്ഷയോട് കൂടി ഇടുന്ന ഷോർട്ട്സൊന്നും ആൾക്കാരിലേക്കൊന്നും അങ്ങനെ എത്താറില്ല. പക്ഷേ എങ്ങനെയെങ്കിലുമൊക്കെ ചെയ്തിടുന്നതായിരിക്കും മിക്കുള്ളവരൊക്കെ കാണുന്നത് കേട്ടോ. പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ റെഡ് കളർ കൊടുത്തത് ഞാൻ പറഞ്ഞില്ല അല്ലേ. അപ്പം ആ ഒരു യെല്ലോ ഷെയ്ഡിൻ്റെ മുകളിലായിട്ടാണ് റെഡ് കളർ വെച്ച് ചെയ്തത്. അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് നമ്മുടെ ആ ഒരു പെൻസിൽ നമ്മൾ ഷെയ്ഡ് കൊടുക്കുന്ന സംഭവമില്ലേ, അതിനൊക്കെ ഒരു പേരുണ്ട്, ഞാൻ പെട്ടെന്ന് മറന്നുപോയി. അപ്പോൾ അത് വെച്ചിട്ടാണ് അത് വെച്ച് കുറച്ചൊക്കെ മാക്സിമം ചെയ്യാൻ പറ്റും. പിന്നെ കൈ വെച്ചായിരിക്കും കുറച്ചും കൂടി എളുപ്പമല്ല, പോയിൻ്റ് വരുന്ന, അതായത് ആ ഒരു എഡ്ജ് അങ്ങനെയൊക്കെയുള്ള ഭാഗത്തൊക്കെ നമ്മൾ അത് കൈവിരൽ വെച്ചിട്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇത് യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റും. അങ്ങനെ ഞാൻ ചെയ്ത് കൊടുത്തു. പിന്നെ നല്ല ഡാർക്കായിട്ടൊക്കെ ചെയ്യേണ്ട ഭാഗത്തൊക്കെ ഒന്നുകൂടെ കളർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു ഇതൾ എങ്ങനെയാണ് സെപ്പറേറ്റ് ആയിട്ട് തിരിച്ചറിയാൻ പറ്റുന്നത്.
ആ ഒരു ഭാഗത്തൊക്കെ നമ്മൾ ഇതുപോലെ ചെയ്ത് കൊടുക്കണം. പിന്നെ ആ ഒരു സ്റ്റെമ്മിന് വരുന്ന ലൈറ്റ് ഗ്രീൻ കളറാണ് കേട്ടോ. അപ്പോൾ ആ ലൈറ്റ് ഗ്രീൻ കളർ ഇതുപോലെ സ്റ്റെമ്മിന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സ്റ്റെം ഇതുപോലെ മുകളിൽ കനം കുറഞ്ഞും താഴേക്ക് വരുമ്പോൾ കനം കൂടിയാണ് വരുന്നത് കേട്ടോ. അപ്പോൾ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കൊരു എന്താ അത് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ പറ്റത്തില്ല നമ്മൾ വിരൽ വെച്ചിട്ടാണെങ്കിൽ. പിന്നെ അത് ആ ലൈറ്റ് ഗ്രീൻ കളറാണ് സ്റ്റെമ്മിന് കൊടുത്തത്. അടുത്തത് ലീഫാണ്. ലീഫിന് ഒരു ഡാർക്ക് ഗ്രീനാണ്, പക്ഷേ ഈ ഒരു ഗ്രീൻ അല്ല കേട്ടോ. ഇതിൽ കുറച്ചുകൂടെ നമ്മുടെ ആ ഒരു സ്റ്റെമ്മിന് കൊടുത്ത ആ ഒരു ഗ്രീനിൻ്റെ കുറച്ചും കൂടെ ഡാർക്കായിട്ടുള്ളൊരു ഗ്രീനാണ്. പക്ഷേ ഞാനിത് എടുത്തങ്ങോട്ട് പ്രയോഗിച്ചപ്പോഴത്തേക്കും കളർ നല്ല ഡിഫറൻസ് ഉണ്ട് രണ്ടും തമ്മിൽ. പിന്നെ ഞാൻ എന്തായാലും കൈവച്ചതല്ലേ വിട്ട് കളയേണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാനങ്ങ് ചെയ്യുമായിരുന്നു കേട്ടോ. ചെയ്തിട്ട് ഞാൻ പിന്നെ ആ ഒരു ലൈറ്റ് ഗ്രീനും കൂടെ അതിൽ ഒന്ന് മിക്സ് ചെയ്യാൻ നോക്കി, പക്ഷേ അത് അത്ര പെർഫെക്റ്റ് ആയിട്ട് വന്നില്ല. അതുകൊണ്ട് ലീഫ് ഫ്ലോപ്പായി. ഞാനിവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ തകരാറ് സംഭവിക്കാറുണ്ട്. അങ്ങനെ സംഭവിച്ചതാണ് കേട്ടോ ഇതും. അങ്ങനെ ആ ഒരു സൈഡിൽ മടങ്ങി വരുന്നതായിട്ടാണ് ആ ഒരു ലീഫ് ഉള്ളത്. അപ്പോൾ ആ ഒരു സൈഡിൽ ഞാനിതുപോലെ ലൈറ്റ് ഗ്രീൻ ചെയ്തിട്ട് അതിൻ്റെ അകത്തും ഇതുപോലെ ലൈറ്റ് ഗ്രീൻ വെച്ചിട്ട് സ്പ്രെഡ് ചെയ്തൊക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷേ അത് നന്നായിട്ട് അത്ര ഒരു പെർഫെക്ഷൻ കിട്ടിയില്ല. പിന്നെ എന്നാലും ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അതിനെ ഒന്നുകൂടെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ആ ഒരു ഫ്ലവറിന് ആ ഒരു ഒറിജിനാലിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ആ ഒരു വൈറ്റ് കളർ നമ്മൾ യൂസ് ചെയ്യണം കേട്ടോ. അപ്പോഴാണ് ആ ഒരു ഫ്ലവറിൻ്റെ ആ ഒരു ഒറിജിനാലിറ്റി വരുന്നത്. കാരണം ഒരു വെയിലടിക്കുമ്പോഴുള്ളൊരു ഷെയ്ഡുണ്ട്, ഷെയ്ഡല്ല എന്താ പറയുക, ഒരു ഗ്ലേസിങ് ഇല്ലേ ഫ്ലവറിൽ, ആ ഒരു ഗ്ലേസിങ് വരണമെങ്കിൽ വൈറ്റ് കളറൂടെ ആഡ് ചെയ്യണം. അപ്പോൾ ഒരു പെർഫെക്ഷൻ കിട്ടും. ഞാനിങ്ങനെ പെർഫെക്ഷൻ എന്നൊക്കെ വാദോരാതെ പറയുന്നുണ്ട്, പക്ഷേ എത്രത്തോളം പെർഫെക്റ്റ് ആയെന്ന് നിങ്ങൾ പറയണം കേട്ടോ. അങ്ങനെ വൈറ്റ് കളറൂടെ ആഡ് ചെയ്ത് നമ്മൾ ആ ഫ്ലവറിനെ ഒന്ന് കുട്ടപ്പനാക്കി എടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ കലാപരിപാടി ഏകദേശം അവസാനിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇതാണ് നമ്മുടെ തുലിപ്പ് ഫ്ലവർ. അപ്പോൾ നമ്മുടെ ഫ്ലവറിൻ്റെ ഫൈനൽ ലുക്കാണ് ഇത്. അങ്ങനെ റെഡും യെല്ലോയും വൈറ്റും ഗ്രീനും ഒക്കെ ചേർന്നൊരു തുലിപ്പ് ഫ്ലവർ നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇനി ഇത് നാളെ ഇതുമായിട്ട് അമ്പാടി സ്കൂളിലേക്ക് പോകുമ്പോൾ ഉള്ളൊരു ഗമയുണ്ട് കേട്ടോ. അസംബ്ലിയിലൊക്കെ നിൽക്കുമ്പോൾ ഒരു ഗമയാണ്. പിന്നെ അവന് ഏറ്റവും കൂടുതൽ ഇഷ്ടം നമ്മൾ എടുക്കാൻ പറ്റുന്ന ടൈപ്പ് പിക്ചർ വരയ്ക്കണമെന്നാണ്. അന്ന് ക്യാരറ്റിൻ്റെ പിക്ചർ വരച്ചപ്പോൾ അതുപോലെ ആയിരുന്നു. നല്ലൊരു ഒറിജിനാലിറ്റി തോന്നിയൊരു പിക്കായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടതായിരുന്നു. പക്ഷേ അതങ്ങനെ ആരും കണ്ടില്ല, അതിൻ്റെ ഒരു വിഷമം എനിക്കുണ്ട്. അപ്പോൾ അത് കണ്ടപ്പോഴത്തേക്കും വരച്ചപ്പോഴത്തേക്കും അവന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ നമുക്ക് ഇങ്ങനെ എന്താണ് ആ പിക്ക് കാണുമ്പോഴത്തേക്കും എടുക്കാൻ തോന്നും, അങ്ങനൊരിത്. അതുപോലുള്ളത് അങ്ങനെ തന്നെ വരയ്ക്കണമെന്നൊക്കെ പറഞ്ഞ് ആദ്യമേ എനിക്ക് ഓർഡർ തരാറുണ്ട് കേട്ടോ. പക്ഷേ എനിക്കും ആ ഒരു ടൈപ്പ് അങ്ങനെ വരയ്ക്കാനാണ് ഇഷ്ടം. എത്രത്തോളം പെർഫെക്റ്റ് ആവുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പരമാവധി അതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാറുണ്ട്. അങ്ങനെയാണ് ഇത് വരച്ചത്. അപ്പം പേരൊക്കെ എഴുതി, പിന്നെ സൈഡിലൊരു ബോർഡർ പോലെ എന്തോ ഒന്ന് ഇല്ലാത്തതുപോലെ തോന്നി. അങ്ങനെ ഞാൻ സൈഡിൽ ഇതുപോലെ ഒരു ബോർഡറൊക്കെ വരച്ചു കൊടുത്തു. അങ്ങനെ വരച്ചിട്ട് അത് ആ ഒരു സർക്കിൾ പോലത്തെ സംഭവത്തിൽ ഇതുപോലെ ഡാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അത്രയൊക്കെ ഉള്ളൂ നമ്മുടെ തുലിപ്പ് ഫ്ലവറിൻ്റെ കഥ. അപ്പോൾ കഥയും കഴിഞ്ഞു, ഡ്രോയിങ്ങും കഴിഞ്ഞു, ഫിനിഷായി. ഇനി നാളെ സ്കൂളിലേക്കാണ് കേട്ടോ. അങ്ങനെ അവസാനം ഒന്നുകൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചൊക്കെ ഒന്ന് വീഡിയോ എടുത്തില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടത്തില്ല കേട്ടോ. അങ്ങനെ ക്യാമറ മൂവ് ചെയ്യാതെ പേപ്പർ തന്നെ മൂവ് ചെയ്തിട്ട് എടുത്തതാണ് ഈ വീഡിയോ. പക്ഷേ എൻ്റെ ഒരു ഫ്രണ്ടിന് ഞാൻ അയച്ചു കൊടുത്തപ്പോഴത്തേക്ക് നീ വീഡിയോ എടുക്കാനൊക്കെ പഠിച്ചല്ലേ എന്നൊക്കെ ചോദിച്ച് ആ ഫ്രണ്ട് ഇത് കാണുന്നുണ്ടെങ്കിൽ എന്നെ കൊല്ലും. അപ്പോൾ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ടാറ്റാ.